വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ട്രിപ്പ് പോവാണ്. എവിടേക്ക് നമ്മൾ ട്രിപ്പ് പോകുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ സൗദി അറേബ്യക്ക് ഇന്ന് ട്രിപ്പ് പോവാണ്. നമ്മളെങ്ങനെ പോവും? നമ്മളിന്ന് കാറിന് പോവാണ്. നമ്മൾ അതായത് ബൈലാൻഡ് പോവാണ്. ഒരു 7 to 8 hours എടുക്കുമായിരിക്കും. ബാക്കി വിശേഷങ്ങൾ നമ്മൾ നേരെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ മമ്മു നോക്ക്, ടാറ്റ കൊടുക്ക. ഓക്കെ, അപ്പൊ നമ്മള് സൗദി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ഒരു 1 hour ആവുന്നു ഓൾമോസ്റ്റ്. ശരി, ബാക്കിയുള്ള വിശേഷങ്ങള് നമ്മളിങ്ങനെ കാണിച്ചു തരാം. ഓക്കെ. ഹേ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ സൗദി അറേബ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ. അതിൻ്റെ ഒഫീഷ്യൽ നെയിം വരുന്നത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ, KSA. പിന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കൺട്രീസ് ഉണ്ട്. പക്ഷേ വൺ ഓഫ് ദ ഇപ്പോൾ ഏരിയ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് കൺട്രിയാണ്, ഏഷ്യൻ കൺട്രിയാണ്. ഈ പറഞ്ഞ പോലെ മറ്റെല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൻ്റെയും ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കയറിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നാളായി ഇവിടെ എവിടെയെങ്കിലും പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സൗദി അറേബ്യ തന്നെ ഡിസൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, കുറേ ഗേറ്റ് പാസ് ചെയ്തിട്ട് വേണം നമുക്ക് സൗദിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സൗദിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3 to 4 ഗേറ്റ്സ് ഉണ്ട്. ആ ഗേറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലിയർ ചെയ്തതിന് ശേഷം പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പോകാൻ പറ്റുക. ഓക്കെ, നമ്മളിപ്പോൾ ഖത്തർ ബോർഡർ കഴിഞ്ഞു, പക്ഷേ എവിടെ എത്തിയിട്ടില്ല. സൗദി എത്താൻ ഒരുപാട് ടൈം എടുക്കില്ലേ? 2015 നമ്മൾ പോണ്ട വേ ആണ്. സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എക്സിറ്റ് പാസ് എല്ലാം ക്ലിയർ ചെയ്ത് ഇനി നമുക്ക് വിസ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനും നമ്മുടെ 1 by 1 എല്ലാ ചെക്കും എല്ലാവരും കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി. അവിടെയും അത്യാവശ്യം നല്ല റഷായിരുന്നു, കാരണം ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ടും എല്ലാവരും ട്രാവലിങ്ങിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ പ്രത്യേകിച്ചൊന്നും തന്നെ സ്പെഷ്യലായിട്ടൊന്നും കാണാനില്ല. സ്ട്രെയിറ്റ് റോഡാണ്. നമ്മുടെ ഇപ്പോൾ നാട്ടിലെ പോലെ അങ്ങനെ വലിയ ഭയങ്കര കോംപ്ലക്സിറ്റി അങ്ങനത്തെ ഒരു റോഡുകളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡാണ്. നമ്മൾ ഇനി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ഫ്ലാഗ്സ് ഉണ്ടല്ലോ, ആ ഫ്ലാഗിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് പല റൂട്ടിലേക്ക് നമുക്ക് തിരിയാൻ പറ്റുന്നത്. ഇപ്പോൾ കുവൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുവൈറ്റ്, വേറെ ഏതെങ്കിലും കൺട്രി, അതായത് ബഹ്റൈനോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നത് സൗദി അറേബ്യയിലേക്ക് ആയതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നു ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. പിന്നെയും എഴുന്നേറ്റ് അവിടുത്തെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട്. കുറേ മരങ്ങളെന്നൊക്കെ പറയാനില്ല, കുറച്ച് പച്ചപ്പും കുറച്ച് എന്താ പറയുക, ചെറിയൊരു മൗണ്ടൻ പോലെയൊക്കെ കാണാം. പക്ഷെ ഇടയ്ക്ക് എനിക്ക് തോന്നി തമിഴ്നാട് ഒരു ഫീലൊക്കെ എനിക്ക് തോന്നി. എന്തായാലും നല്ലൊരു യാത്രയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ബൈ റോഡ് ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ദൂരമൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ചൂസ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ആയിരിക്കാം അല്ലേ. പക്ഷേ ബൈലാൻഡ് പോകുമ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എവിടെയെങ്കിലും നിർത്തി നമുക്കൊന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോവാം. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ഒട്ടും തന്നെ ക്ഷീണമൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ക്ലൈമറ്റ് കുറച്ച് ചേഞ്ച് ആവുന്നതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, ചെറിയൊരു ടയേർഡ്നെസ് പോലെ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നിയെങ്കിലും മൊത്തത്തിൽ ആ ഒരു ട്രാവലിംഗ് നല്ല അടിപൊളിയായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ പതിയെ എത്തി. എനിക്ക് തോന്നുന്നു ഒരു 5 hours, മോർ ദാൻ 5 hours ട്രാവൽ ചെയ്ത് ഫൈനലി നമ്മൾ റിയാദിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഫ്ലൈ ഓവേഴ്സ് ഉണ്ട്. ഖത്തറിലെ പോലെയല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ് സിറ്റിയാണ്. ഇതൊക്കെയാണ് അവിടുത്തെ ബിൽഡിങ്സ്. പക്ഷേ കാണുമ്പോൾ എല്ലാം സെയിം ആയിട്ട് തോന്നുമെങ്കിലും ഇവിടെ കുറച്ചുകൂടി പച്ചപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവിൻ്റെ വീടെത്തി.
അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മളൊരു 4 days നമ്മളിവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുക. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയി നമ്മൾ പുറത്ത് പോകുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ ചെന്ന് കുറേ ടൈമൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ നൈറ്റായി സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയത്. ഇപ്പോൾ റിയാദിൽ എനിക്ക് കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഭയങ്കര റഷാണ്. രാത്രി നമ്മൾ ഒരു 7:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ അവിടുത്തെ ബോളിവുഡ് സിറ്റി എന്ന് പറഞ്ഞൊരു ഗംഭീര ഒരു പ്ലേസ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം ഭയങ്കര റഷായിട്ട് ഫീൽ ചെയ്തു. എന്നാലും ഒരു കണക്കിന് നമ്മളവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കര ട്രാഫിക്കും ഭയങ്കര തിരക്കും എന്തോ അന്ന് ഈദായതുകൊണ്ട് തന്നെ ഭയങ്കര കൂടുതലാണ് ട്രാഫിക് എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അറിയില്ല കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ റോഡിലൂടെയൊക്കെ പോയി വരുമ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി ബിൽഡിങ്സും കുറേ മോണ്യുമെൻറ്റ്സ് ടൈപ്പ് സംഭവങ്ങളൊക്കെ കണ്ടു. എന്തായാലും നമുക്ക് അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല, കാരണം ഭയങ്കര റഷായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളിങ്ങനെ അലഞ്ഞ് നടന്ന് നമുക്ക് വിശന്നിട്ട് നമ്മൾ അവിടുത്തെ ഒരു അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഷവർമ ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ നമ്മൾ കയറി നമ്മൾ ഷവർമ ഓർഡർ ചെയ്ത് നമ്മളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിലും ഫുൾ അറബിക് ആൾക്കാരാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷൊക്കെ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല. എല്ലാവരും അറബി സംസാരിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു കുറച്ച് വേർഡ്സൊക്കെ പഠിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഷവർമയൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഷവർമയൊക്കെ കഴിക്കാൻ പോവാണ്. അറിയില്ല ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കും എന്നറിയില്ല. നല്ല രസമാണെന്ന് കേട്ടു. കാരണം നമ്മുടെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്സ് അവർ എല്ലാ തേഴ്സ്ഡേയും മുടങ്ങാണ്ട് വന്ന് കഴിക്കുന്ന ഒരു അടിപൊളി പ്ലേസാണ്. അങ്ങനെ നമ്മുടെ ഷവർമ എത്തി. ഷവർമ മാത്രമല്ല കേട്ടോ, അതിൽ ബർഗറുണ്ട്, ബക്കർ ചിക്കൻ ഉണ്ട്, KFC പോലത്തെ ഒരു ചിക്കൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി പോയി കഴിക്കാൻ തോന്നുന്ന ഒരു തരത്തിലുള്ള ഹോട്ടലാണ്. സോ ഇന്നത്തെ ട്രാവലിംഗ് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ ബൈ, ടേക്ക് കെയർ.